കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പം വൈകിയാണ് ഇന്ന് ഈ ലൈവിൽ ആയിരിക്കാനിടയാകുന്നത്. ഇന്ന് പകലിൽ പ്രതീക്ഷിക്കാതെ ചില പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായി വന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ എന്റെ വാത്സല്യ ആത്മീയ സ്നേഹിതനും ഒരുമിച്ച് രാത്രിയിൽ ഏതാണ്ട് 1:30, 2:30 മണി വരെ പ്രാർത്ഥനയിൽ ആയിരിക്കുമ്പോൾ നെഹമ്യാവ് മതിൽ ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് അത് പണിയുവാനായി ആത്മനിയോഗത്തോടെ കണ്ണുനീരോടെ തയ്യാറാകുമ്പോൾ അതിനെതിരെ ശക്തമായി ചില പ്രതികൂലങ്ങൾ. എന്നാൽ 60 ദിവസം തികയുന്നതിന് മുമ്പ് 52 ദിവസം കൊണ്ട് അത് പണിയുവാൻ ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് അത് പൂർത്തീകരിപ്പാൻ ഇടയായി തീർന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ വളരെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു പിരിയുവാനിടയായി. എന്നാൽ ഇന്ന് പകൽ ചില പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ക്ഷണിക്കാതെ കണ്ട് ജീവിതത്തിലേക്ക് ഞങ്ങൾ ചിന്തിച്ചതുപോലെ കടന്നു വരുവാനിടയായി. എന്നാൽ പതറാതെ, തളരാതെ, അതിനെ മറികടക്കുവാനിടയാകത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ കരം അനുകൂലമായിരിക്കുന്നത് വെളിപ്പെടുവാനിടയായി. പ്രിയരെ, അതുകൊണ്ട് ഇന്ന് അല്പം വൈകി, വൈകി എങ്കിലും ഇന്ന് പകലിൽ ഫേസ്ബുക്കിൽ ഒരു കമന്റ് കാണുവാനിടയായി. ഞാൻ ആ കമന്റ് വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര ഭാരവും ഭയങ്കര വേദനയുമുളവായി. ആമേൻ. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആമേൻ ഇടപെട്ടു. ആമേൻ. വചനത്തിലൂടെ സ്വർഗത്തിൽ ദൈവം എന്നോട് സംസാരിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ ആ ഫേസ്ബുക്ക് ആമേൻ കമന്റ് ആമേൻ അതിന് ഒരു മറുപടിയല്ല. ആമേൻ. അത് എന്റെ ജീവിതത്തെ ഒന്ന് ദൈവത്തോട് അടുപ്പിക്കുവാൻ ഇടയായി. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ അല്പസമയം ഈ കൂട്ടായ്മയിൽ ആയിരിക്കാം. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ പൊന്നുമുഖത്തെ
നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ തന്നോടുകൂടെ മണിയറയിൽ കാണാൻ കാണാൻ ഒരുങ്ങി നിന്നോ. തന്നോടുകൂടെ മണിയറയിൽ വാഴാൻ കാലമായി. മണിയറയിൽ വാഴാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ. Hallelujah. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ. Hallelujah. Praise Jesus. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ആമേൻ നമ്മുടെ കർത്താവ് ആമേൻ അതേ മടങ്ങി വരുവാൻ ആമേൻ താമസിക്കുന്നത് കൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ആയുസ്സും ആരോഗ്യവും സ്വർഗത്തിലെ വലിയവനായ ദൈവം ദാനമായി നൽകിയത് കൊണ്ട് ഇന്ന് രാത്രി നമുക്കൊരുമിച്ച് ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിപ്പാൻ ദൈവം ഒരുക്കിയ ആമേൻ മകൾ ഭാഗത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ആമേൻ ഈ കൂട്ടായ്മയിൽ സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഇരുന്നു കൊണ്ട് പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്ന് രാത്രി ആമേൻ നാം ചിന്തിപ്പാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് ഇടപെട്ട ആമേൻ ആ വചനവുമായി ആമേൻ നിൽക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയരെ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന ആമേൻ ഒരു ചോദ്യം, ഹല്ലേലൂയ, ആമേൻ, ഞാൻ കണ്ട ഒരു കമന്റ് ഇങ്ങനെയാണ്: 100 കൊല്ലമായി പെന്തകൾ യേശു വേഗം വരും എന്ന് പറഞ്ഞ് നടക്കുന്നു. ആദ്യകാല നേതാക്കളും അവരുടെ സന്തതികളും എല്ലാം മരിച്ചു. ഇപ്പോഴും അതേ പാട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇപ്പോ വരും നിങ്ങളുടെ യേശു. ആമേൻ. പ്രിയരെ, ഇത് പരിഹാസമാണെങ്കിലും ഇന്ന് രാത്രി ബൈബിൾ പറയുന്നത് അവസാന നാളുകളിൽ പരിഹാസികൾ ഉണ്ടാകും, പരിഹാസികൾ വരും. പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 3 ഹല്ലേലൂയ. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിലാണ് ആമേൻ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ ചോദ്യം തന്നെ പ്രവചനത്തിന്റെ ഒരു പൂർത്തീകരണമാണ്. ഹല്ലേലൂയ. ആമേൻ. വേഗം എന്നത് മനുഷ്യന്റെ
ഘടികാരത്തിനകത്ത് അല്ലെങ്കിൽ ക്ലോക്കിൽ ആമേൻ കാണുവാൻ കഴിയുന്ന വേഗതയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നു, കർത്താവിന് ഒരു ദിവസം 1000 വർഷം പോലെയും 1000 വർഷം ഒരു ദിവസം പോലെയും എന്ന. ഹല്ലേലൂയ. ഒന്ന് വായിക്കാമോ? എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും, 1000 സംവത്സരം പോലെയും, 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു. ഒരു ദിവസം പോലെയും ഇരിക്കുന്നു. ഹല്ലേലൂയ. അതെ, മനുഷ്യന്റെ കണക്കിൽ 100 വർഷം, ആമേൻ, 100 വർഷം എന്നൊക്കെ പറയുമ്പോ അതൊരു വലിയ സമയമായിട്ട് മണിക്കൂറുകൾ ആമേൻ നാം കണക്കാക്കിയാൽ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. എന്നാൽ 100 വർഷം ആമേൻ ഒരു നിമിഷം പോലുമല്ല. ഹല്ലേലൂയ. എന്താ അങ്ങനെ പറയാൻ കാരണം? വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് സങ്കീർത്തനം ആമേൻ 90:4 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനം 90:4. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും, ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും, രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. ശ്രദ്ധിക്കണമേ, 1000 വർഷം നിന്റെ മുമ്പാകെ ഇന്നലെ കടന്നുപോയ ഒരു ദിവസം പോലെയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിനാൽ 100 കൊല്ലമായി ആമേൻ, ഹല്ലേലൂയ, പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. എന്താ? യേശു വരും, യേശു വരും, യേശു വരാൻ കാലമായി, യേശു വരാൻ സമയമായി. ഹല്ലേലൂയ. നോക്കണേ, ആമേൻ, 100 കൊല്ലമായി പറയുന്നു എന്ന കമന്റ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ എന്നത് 100 കൊല്ലമായി എന്ന് പറയുന്നത് ആമേൻ വൈകി എന്ന് പറയാനുള്ള തെളിവല്ല. കാരണം ദൈവത്തിന്റെ ക്ഷമയുടെ തെളിവാ. ഹല്ലേലൂയ. ആമേൻ വൈകുന്നു എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. പരിശുദ്ധാത്മാവ് അഭിഷേകത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ, വായിച്ചാലോ? അവന്റെ പ്രത്യക്ഷത വാഗ്ദത്തം എവിടെ? വായിച്ചാട്ടെ. അവന്റെ പ്രത്യക്ഷത വാഗ്ദത്തം എവിടെ? അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം ഇവിടെ. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം, പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്നത് പോലെ, സകലതും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉളവായി. 3:9 പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ, താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ, കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ചിലർ ആമേൻ വൈകുന്നു എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് എന്ത് ചെയ്യുന്നില്ല? വൈകുന്നില്ല. കാരണം ദൈവം താമസിക്കുന്നില്ല, ദൈവം കാത്തിരിക്കുന്നു, ദൈവം വെയിറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ആമേൻ ഒരാളും നശിക്കാതിരിക്കുവാൻ, എല്ലാവരും മനസ്സാന്തരപ്പെടുവാൻ. യേശു വരാത്തത് ആമേൻ അതേ കമന്റ് ഇട്ട ആള് കളിയാക്കിയതുപോലെ ആമേൻ ബന്ധകൾ തെറ്റ ആമേൻ ആയതിനാലല്ല.
എന്ന് വെച്ചാൽ പെന്തക്കോസ്തുകാര് തെറ്റായത് കൊണ്ടല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. നിനക്കായി ദൈവം കാത്തിരിക്കുന്നതിനാലാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ചോദ്യകർത്താവ് ആരുമാകട്ടെ, ആ ചോദ്യകർത്താവിനും കൂടെ കർത്താവ് വെയിറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ആദ്യം പറഞ്ഞവർ മരിച്ചു. ആമേൻ. അതിൽ തെറ്റെന്താ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആദ്യം പറഞ്ഞവർ മരിച്ചു, അതിൽ തെറ്റെന്ത്? ഹല്ലേലൂയ. ആമേൻ. ആദ്യകാല ആമേൻ ഹല്ലേലൂയ ഉപദേശിമാരും ആദ്യകാല ഉപദേശകന്മാരും ആദ്യകാല പാസ്റ്റർമാരും ഒക്കെ എന്ത് ചെയ്തു? മരിച്ചു. ഹല്ലേലൂയ. ആമേൻ. എബ്രായ ലേഖനം 11-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 13-ാം വാക്യം. ഇവർ എല്ലാവരും വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്നും അത് കണ്ട് അഭിവന്ദിച്ചു. ആമേൻ. ഇവരെല്ലാവരും വാഗ്ദത്തം പ്രാപിക്കാതെ വിശ്വാസത്തിൽ മരിച്ചു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, അവർ വഞ്ചിതരായില്ല. ആമേൻ. അവർ വിശ്വാസത്തിൽ നിലകൊണ്ടു എന്നാണ്. ആമേൻ. അപ്പോ ആദ്യകാലത്ത് ആമേൻ ഉപദേശിമാരാകട്ടെ, പാസ്റ്റർമാരാകട്ടെ, ആമേൻ കർത്താവിന് വേണ്ടി ആമേൻ അതെ പ്രാണത്യാഗം ആമേൻ സഹിച്ച് വിശുദ്ധിക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ആമേൻ ജീവിച്ചവർ. ഹല്ലേലൂയ. അവർ വഞ്ചിതരായില്ല, അവർ വിശ്വാസത്തിൽ നിലകൊണ്ടു എന്ന വചനം പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം. ആമേൻ. ഇങ്ങനെ നാം വായിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. വായിച്ചാട്ടെ. യേശു അവരോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശുവിന്റെ വരവ് ഹല്ലേലൂയ ഒരു തീയതിയല്ല, ആമേൻ, ഒരു പ്രത്യാശയാണ്. ഇന്ന് രാത്രി ആ പ്രത്യാശയുള്ള ദൈവജനം എന്നോട് ചേർന്ന് അക്കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ വരവ് ഒരു തീയതിയല്ല, ആമേൻ, ഒരു പ്രത്യാശയാണ്. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ വരവിനെ കുറിച്ച് ശാസ്ത്രം എന്തു പറയുന്നു? ഹല്ലേലൂയ. ആമേൻ. ശാസ്ത്രം പറയുന്നു ഭൂമി തകർച്ചയിലേക്ക്. ഹല്ലേലൂയ. ആമേൻ. കടൽ നിരപ്പ് ഉയരുന്നു. ഹല്ലേലൂയ. മഹാമാരികൾ, ആമേൻ, ആണവ ഭീഷണി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതേ വചനം ആമേൻ നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ഹല്ലേലൂയ. വേഗത്തിൽ വായിച്ചാട്ട്. ആമേൻ. ശാസ്ത്രം പറയുന്നു ഭൂമി തകർച്ചയിലേക്ക്. അതേ ആമേൻ. അതേ കടൽ നിരപ്പ് ഉയരുന്നു, മഹാമാരികൾ, ആണവ ഭീഷണി. ആമേൻ. ഇതൊക്കെ ആമേൻ ശാസ്ത്രജ്ഞന്മാർ കണ്ട് ആമേൻ അതേ അവര് ആമേൻ വാനഗോള നിരീക്ഷണങ്ങൾ നടത്തി ആമേൻ അതേ ഗ്ലോബൽ വാർമിംഗ് ആമേൻ കടൽ നിരപ്പ് ഉയരുന്നെന്ന്, മഹാമാരികൾ ആമേൻ അതേ ആണവ ഭീഷണി ആമേൻ ഭൂമി വളരെ തകർച്ചയിലേക്ക് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ശാസ്ത്രം എന്ത് ചെയ്യുന്നു പറയുന്നു. എന്നാൽ വിശുദ്ധ ബൈബിൾ എന്ത് പറയുന്നു? മത്തായി സുവിശേഷം 24:7. എന്നാൽ അത് അവസാനമല്ല, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭമത്രേ. ആമേൻ. ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, രോഗങ്ങൾ, ഹല്ലേലൂയ, ആമേൻ, ഇതൊക്കെ അവസാനമല്ല. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 26-ാം വാക്യം വായിക്കുമ്പോൾ ഭൂമിയിൽ സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് മനുഷ്യരുടെ ഹൃദയം ഭയത്തോടെ ക്ഷീണിക്കുമെന്നാണ് ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായിച്ചാലും ഈ കാണുന്നതിൽ ഇടിഞ്ഞു പോകാതെ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത
കാലം വരും എന്ന് അവൻ പറഞ്ഞു. കാലം വരും എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ശാസ്ത്രം പറയുന്നത് ഭാവി അനിശ്ചിതം. ആമേൻ. വചനം പറയുന്നത് ഞാൻ വേഗം വരുന്നു. ഹല്ലേലൂയ. ആമേൻ. വെളിപ്പാട് പുസ്തകം 22:20 വായിക്കുന്നു. അതേ, ഞാൻ വേഗം വരുന്നു. ഹല്ലേലൂയ. അതേ, നമ്മുടെ കർത്താവ് അതേ വേഗം വരുന്നു. വായിച്ചാലും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 22:20. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. അതേ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ, ആമേൻ. കർത്താവായ യേശുവേ, വരേണമേ. ഹല്ലേലൂയ. ആമേൻ. ആറാമതായി, ആമേൻ, പരിഹാസികൾ ഉണ്ടാകും എന്ന് യേശു തന്നെ പറഞ്ഞു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അന്ത്യകാലത്ത് ആമേൻ പരിഹാസികൾ എഴുന്നേറ്റ് വരുമെന്ന് യേശു തന്നെ പറഞ്ഞു. അപ്പൊ സോഷ്യൽ മീഡിയ ആമേൻ അതേ പരസ്യമായി ആമേൻ ദൈവമക്കളെ, ദൈവവചനത്തെ പരിഹസിക്കുന്നത് കാണുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. യേശു പറഞ്ഞു അന്ത്യകാലത്ത് ഇതൊക്കെ ഉണ്ടാകുമെന്ന്. വായിച്ചേ, മത്തായി സുവിശേഷം 24:37 മുതൽ. ഹല്ലേലൂയ. നോഹയുടെ കാലം പോലെ തന്നെ, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പട്ടണത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരും നീക്കി കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. അന്ന് രണ്ടുപേർ വയലിലിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ ഒരു തിരിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. 39 വരെ മാത്രം. ഹല്ലേലൂയ. അപ്പോൾ നോഹയുടെ കാലത്തുണ്ടായിരുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവിലും സംഭവിക്കും എന്ന് ആമേൻ പറയുകയാണ്. ഹല്ലേലൂയ. അവർ കഴിച്ചു, ആമേൻ, കുടിച്ച്, കല്യാണം കഴിച്ച്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, പരിഹസിച്ചു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ കഴിച്ചു, കുടിച്ചു, കല്യാണം കഴിച്ചു, പരിഹസിച്ചു. ഹല്ലേലൂയ. ആമേൻ. വെള്ളപ്പൊക്കം വന്നപ്പോൾ ആമേൻ നോഹ, ആമേൻ, ഹല്ലേലൂയ, ദൈവം പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ ശരിയായി ജീവിച്ചു. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ലോകം ആമേൻ തെറ്റായ രീതിയിലും ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആമേൻ ഈ കളിയാക്കുന്ന വ്യക്തികളുണ്ടല്ലോ, ആമേൻ, പെന്തകൾ എന്നൊക്കെ പറഞ്ഞ്, അല്ലേ, ആമേൻ, പെന്തക്കോസ്തുകാരെ ആമേൻ, ഹല്ലേലൂയ, പെന്തകൾ എന്ന് പറയുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് ചിരിച്ച്, ഹല്ലേലൂയ, പരിഹസിച്ച്, അല്ലേ, കളിയാക്കി. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ആമേൻ വചനം നാം വായിക്കുമ്പോൾ മത്തായി സുവിശേഷം 24:37 മുതൽ ആമേൻ 39 വരെയുള്ള വാക്യങ്ങളിൽ ആമേൻ അതേ കളിയാക്കിയവരും പഴിച്ചവരും ദുഷിച്ചവരും ഒക്കെ തകർന്നു പോയ ഒരു ചരിത്രമാണ് നോഹയുടെ കാലത്തുണ്ടായത്. ഹല്ലേലൂയ. വാതിലടയുന്ന ദിവസം ചിരി നിൽക്കും കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. അതേ നോഹയുടെ കാലത്തുണ്ടായിരുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവിലും സംഭവിക്കും. ആമേൻ. വെള്ളപ്പൊക്കത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ അവർ കഴിക്കുകയും കുടിക്കുകയും കല്യാണം കഴിക്കുകയും ആമേൻ കഴിപ്പിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. നോഹ പെട്ടകത്തിൽ കയറിയ ദിവസം വരെ ആമേൻ വെള്ളപ്പൊക്കം വന്ന് എല്ലാവരെയും നീക്കിക്കളയുന്നത് വരെ ആമേൻ അവരെന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് തിരുവചനം നമ്മെ
പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. വചനത്തിന്റെ വെളിപ്പാട്. ഹല്ലേലൂയ. നോഹയുടെ കാലം എന്നത് എന്താണെന്ന് ആമേൻ നാം ചിന്തിക്കുവാൻ പോകുകയാണ്. സാധാരണ ജീവിതം, ആമേൻ, അസാധാരണ അപകടം. ഹല്ലേലൂയ. നോക്കണേ, സാധാരണ ജീവിതം ആമേൻ നയിച്ചവരൊക്കെ അസാധാരണമായ അപകടത്തിൽ അകപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. യേശു പറഞ്ഞത് ശ്രദ്ധിക്കുക. അവർ കഴിച്ചു, കുടിച്ചു, കല്യാണം കഴിച്ചു. ആമേൻ. ഇത് ഇന്നും ആമേൻ ഹല്ലേലൂയ പാപമല്ല കേട്ടോ. ഹല്ലേലൂയ. ഇതൊന്നും പാപമല്ല. പക്ഷേ ദൈവത്തെ മറന്ന് ജീവിച്ചതാണ് പാപം. ഹല്ലേലൂയ. വിവാഹം കഴിക്കുന്നതോ, ഭക്ഷണം കഴിക്കുന്നതോ, ആമേൻ, അതെ, വെള്ളം കുടിക്കുന്നതോ, ആമേൻ, കല്യാണം കഴിപ്പിക്കുന്നതോ, ഇതൊന്നും എന്തല്ല, പാപമല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോഹയുടെ കാലത്ത് അവർ കുടിച്ചു, അവർ കഴിച്ചു, ആമേൻ, അവർ എന്ത് ചെയ്തു? ഉല്ലസിച്ചു, ആമേൻ, കല്യാണം കഴിച്ചു, കല്യാണത്തിന് കൊടുത്തു. പക്ഷേ ഹല്ലേലൂയ ദൈവത്തെ മറന്ന് അവർ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 27-ാം വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 27-ാം വാക്യം. നോഹയുടെ പെട്ടകത്തിൽ കടന്ന നാൾ വരെ, നോഹയുടെ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു. അവരെല്ലാവരും മുടിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണേ, അവർ കഴിച്ചു, കുടിച്ചു, വിവാഹം കഴിച്ചു. പ്രശ്നം എന്ത്? ഹല്ലേലൂയ. അവർ ജീവിതത്തിൽ വളരെ ബിസി ആയിരുന്നു കേട്ടോ, വളരെ തിരക്കിലായിരുന്നു കേട്ടോ. ഇന്നും അതുപോലെയല്ലേ? വളരെ തിരക്കാണ്. ആമേൻ. കല്യാണം കഴിപ്പിക്കാനും, കല്യാണം കഴിക്കാനും, ഭക്ഷണം കഴിക്കാനും, കുടിക്കാനും, ആമേൻ, ഒക്കെ അല്ലേ? തിരക്കോട് തിരക്ക. ഹല്ലേലൂയ. ദൈവത്തിനായിട്ട് ആമേൻ അതേ സമയം വേർതിരിക്കാൻ ഇല്ല. പ്രൈസ് ദി ലോർഡ്. സന്ധ്യ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, വചന ധ്യാനമില്ല, ആമേൻ, ആ കൂട്ടായ്മയില്ല, ആമേൻ, ഹല്ലേലൂയ, ഉപവാസമില്ല, ആമേൻ, ആമേൻ. ദൈവവുമായിട്ട് ആമേൻ സമയം ചെലവഴിക്കുവാൻ സമയം തീരെയില്ല. ഹല്ലേലൂയ. ഇന്നും ജീവിതം, ഹല്ലേലൂയ, ജോലി, അല്ലെ? ഇന്ന് ജീവിതം മൊബൈലിനകത്ത്. ആമേൻ. മൊബൈല് ആമേൻ നോക്കി 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 രാവെന്നും പകലെന്നും ഇല്ലാതെ മൊബൈലിനകത്താ ജീവിതം, അല്ലേ? ജോലി, ആഘോഷം, ആമേൻ, എല്ലാം നടക്കുന്നു. പക്ഷെ ദൈവ ശബ്ദം കേൾക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ആമേൻ. അതിനെ എന്ത് ചെയ്തു? അവഗണിച്ചു. ഹല്ലേലൂയ. നോഹയുടെ കാലത്ത് നീതി പ്രസംഗിയായ നോഹ, ഹല്ലേലൂയ, ആമേൻ, എന്ത് ചെയ്തു? ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഒരു പ്രളയം വരുവാൻ പോകുകയാണ്, ഒരു മഴ പെയ്യുവാൻ പോകുകയാണ്, ദൈവം ന്യായവിധി അയക്കുവാൻ പോകുകയാണ്. അന്നും പരിഹസിച്ചവരുണ്ട് കേട്ടോ, അന്നും കളിയാക്കിയവരുണ്ട് കേട്ടോ. ഇന്നും ആമേൻ ബന്ധങ്ങളെന്ന് വിളിച്ച് ആമേൻ കളിയാക്കുന്നവര് ആമേൻ ഉണ്ടലെടുക്കുമെന്ന് വചനം തെളിവായി പറയുന്നു. ഹല്ലേലൂയ. ആഘോഷമെല്ലാം നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്നും ജീവിതം വളരെ തിരക്കേറിയ ആമേൻ ഓട്ടത്തിലാണ്. ആമേൻ. ജോലിയുണ്ട്, പണമുണ്ട്, ആമേൻ, പ്രതാപമുണ്ട്, സ്ഥാനങ്ങളുണ്ട്, ആമേൻ, പലതും പറയുവാനുണ്ട്, ആഘോഷങ്ങളെല്ലാം മുറയ്ക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ദൈവ ശബ്ദം കേൾക്കുവാൻ തയ്യാറാകുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് മുന്നറിയിപ്പുണ്ടായിരുന്നു, അതിനെ എന്ത് ചെയ്തു? അവഗണിച്ചു. ഹല്ലേലൂയ. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാം. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. പുരാതന ലോകത്തെയും ആദരിക്കാത്ത ഭക്തികെട്ടവരും ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതി പ്രസംഗിയായ നോഹയും 7 പേരോട് കൂടെ പാലിക്കുകയും സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ
ഭസ്മീകരിച്ച് നോക്കിക്കേ, നോഹയെ നീതിയുടെ പ്രസംഗകനായി അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. നീതിയുടെ പ്രസംഗകൻ. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിൽ ഒത്തിരി പ്രാസംഗികരുണ്ട്, അല്ലെ? ആമേൻ. എന്നാൽ നോഹയെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു അവൻ നീതിയുടെ പ്രസംഗകനായിരുന്നു എന്ന്. ഹല്ലേലൂയ. നോഹ 120 വർഷം, ഹല്ലേലൂയ, ആമേൻ, അതെ, നോക്കണേ, പ്രസംഗിച്ചു. ഹല്ലേലൂയ. 120 ദിവസം പ്രസംഗിച്ചു. ഹല്ലേലൂയ. ഈ പ്രസംഗമൊക്കെ കേൾക്കുമ്പോ അന്നത്തെ ലോകം എന്ത് ചെയ്തെന്നറിയോ? ചിരിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ഇത് കേട്ട് ചിരിക്കുന്നവരുണ്ടാകാം. ഹല്ലേലൂയ. ഇത് കേട്ട് പരിഹസിക്കുന്നവരുണ്ടാകാം. ആമേൻ. ഇങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ പാതിരാത്രി? ആമേൻ. ഈ അടുത്ത ദിവസത്തേക്ക് കിടക്കാൻ പോകുന്ന ഈ മിഡ് നൈറ്റില്, ആമേൻ, ഈ സോഷ്യൽ മീഡിയയിലൂടെ, ആമേൻ, ഇങ്ങേർക്ക് വേറൊരു പണിയുമില്ലേ എന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ ആമേൻ, ഹൃദയത്തിനകത്ത് പറഞ്ഞ് ചിരിക്കുന്നവരുണ്ടാകും, പരിഹസിക്കുന്നവരുണ്ടാകും. ഹല്ലേലൂയ. നോക്കണേ, ആമേൻ, 120 വർഷം നോഹ നീതി പ്രാസംഗികനായി പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചേ? അതേ, ഒരു മഴ പെയ്യാൻ പോകുകയാ. ആമേൻ. ഒരു പ്രളയം ഉണ്ടാകാൻ പോകുകയാ. ആമേൻ. രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പെട്ടകത്തിൽ കയറിക്കോ. ദൈവം ന്യായവിധി അയക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ആമേൻ. ഇത് കേട്ടവരൊക്കെ ചിരിച്ചെന്ന്, ഇത് കേട്ടവരൊക്കെ പരിഹസിച്ചെന്ന്, ഇത് കേട്ടവരൊക്കെ കളിയാക്കിയെന്ന്. പക്ഷേ ആമേൻ, ലോകം ചിരിച്ചു. വെള്ളപ്പൊക്കം അപ്രത്യക്ഷമായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവഗണിച്ചതിനാലാണ് അപ്രത്യക്ഷമായി, ആമേൻ, അതേ തോന്നിയത്. ഹല്ലേലൂയ. മുന്നറിയിപ്പുണ്ടായിരുന്നു കേട്ടോ. ആമേൻ. ഒരു ന്യായവിധി ഉണ്ടാകാൻ പോകുകയാണെന്ന് നോഹ 120 വർഷം, ആമേൻ, പ്രസംഗിച്ചു കേട്ടോ. ഹല്ലേലൂയ. ലോകം ചിരിച്ചെന്ന്. ഹല്ലേലൂയ. വെള്ളപ്പൊക്കം അപ്രതീക്ഷിതമായ ഒരു സംഭവമായിരുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. പെട്ടകം അപ്രതീക്ഷിതമായ ഒരു സംഭവമായിരുന്നില്ല. മഴ അപ്രതീക്ഷിതമായ ഒരു സംഭവമായിരുന്നില്ല. എന്നാൽ ആ പ്രസംഗത്തെ അവഗണിച്ചവർക്ക് അത് അപ്രതീക്ഷിതമായി തോന്നിയത്. ഹല്ലേലൂയ. ഇന്ന് ബൈബിൾ പ്രസംഗങ്ങൾ, മുന്നറിയിപ്പുകൾ എല്ലാം ഉണ്ട്. പക്ഷേ ആളുകൾ പറയുന്നു ഇതൊക്കെ പഴയ കഥയാണ്, ഇതൊക്കെ പഴഞ്ചൻ കഥയാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ പുസ്തകം പഴഞ്ചൻ പുസ്തകമാണ്, ഇതൊന്നും സത്യമല്ലെന്നേ, ഇതൊന്നും ശരിയല്ലെന്നേ. ആമേൻ. ഇന്നലെ രാത്രി ഞാനൊരു ലൈവ് കണ്ടു കേട്ടോ. ആമേൻ. ആ ലൈവിനകത്ത് ലൈവ് നടത്തുന്ന, ആമേൻ, പേരിൽ ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ, ആമേൻ, ചോദിക്കുന്ന ചോദ്യം, ആമേൻ, പരിശുദ്ധാത്മാവിൽ, അതേ, മറിയയുടെ ഉദരത്തിൽ ഉരുവായ യേശു. ആ നല്ല ചെറുപ്പക്കാരി, ആമേൻ, അതേ, ചോദിച്ചു, ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? അപ്പോ ആമേൻ, അതേ, ചാർച്ചക്കാരിയായ എലിസബത്തിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. അതേ, 6-ാം മാസം അവിടേക്ക് ഈ മറിയ ചെല്ലുമ്പോ, അതേ, ആ എലിസബത്തിന്റെ വയറ്റിൽ കിടക്കുന്ന പിള്ള തുള്ളിയെന്ന്. ഇതൊക്കെ, ആമേൻ, ലോകം വിശ്വസിക്കുന്ന കാര്യമല്ല. ഇതൊന്നും, അതേ, ബുദ്ധിജീവികൾ അദ്ദേഹം ഇങ്ങനെ ലൈവിലൂടെ ഇങ്ങനെ പറയുമ്പോ, എന്റെ ദൈവമേ, അന്ത്യകാലത്ത് പരിഹാസികൾ ഉണ്ടാകുമെന്ന് വചനം തെളിവായി, അതേ, പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കണേ, ഇതൊക്കെ പഴയ കഥയാ. 120 വർഷം നോഹ, അതേ, പ്രസംഗിച്ചു. അതേ, പ്രളയം വന്നു. ആമേൻ. ഹല്ലേലൂയ. അതേ, ആഴിയുടെ ആഴി തുറന്നു. ആമേൻ. പെട്ടകം പൊങ്ങി. പെട്ടകത്തിന്റെ വാതിൽ അടയപ്പെട്ടു. ആമേൻ. നിലവിളിച്ചു. പരിഹസിച്ചവർ, ചിരിച്ചവർ, കളിയാക്കിയവർ വഴുതിപ്പോയി. നോഹയും കുടുംബവും മാത്രം, അതേ, രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അദ്ദേഹം, ആമേൻ, അതേ, പറഞ്ഞ ഒരു കാര്യം എന്നെ വളരെ വേദനിപ്പിച്ചു കേട്ടോ. ആമേൻ. പ്രളയം കഴിഞ്ഞപ്പോ, ആമേൻ, നോഹയുടെ മക്കൾ പറയുകയാണ്, ആമേൻ, ഹല്ലേലൂയ, അതേ, ഇനി ഭൂമിയിൽ ആരുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹം മറ്റൊരു ഭാഗം പറയുക, ഇനി ലോകത്തിൽ ആരുമില്ല, അതുകൊണ്ട് അപ്പനാൽ മക്കൾ ഉണ്ടാകേണ്ടതിന്, ആമേൻ, അവനെ വീഞ്ഞു കുടിപ്പിച്ച് എന്ത് ചെയ്യുക? ഇതൊന്നും, ആമേൻ, ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ലെന്ന്. സ്തോത്രം.
ഹല്ലേലൂയ. ആമേൻ. വാതിലടഞ്ഞ ദിവസം. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 16-ാം വാക്യത്തിൽ യഹോവ ആമേൻ വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 16-ാം വാക്യം. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ സർവ്വജഡത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിലടച്ചു. നോക്കണമേ, അകത്ത് കടക്കേണ്ടതൊക്കെ കടന്നു കഴിഞ്ഞപ്പോൾ യഹോവ വാതിൽ എന്ത് ചെയ്തു? അടച്ചു. യഹോവ അവനെ അകത്ത് ആക്കിയിട്ട് വാതിൽ എന്ത് ചെയ്തു? അടച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇത് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു വാചകമല്ലേ? പ്രൈസ് ദി ലോർഡ്. വാതിൽ അടച്ചത് ഹല്ലേലൂയ ആരല്ല? നോഹയല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെ, നോഹയുടെ കുടുംബമല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നാരാണ്? ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. കൃപയുടെ വാതിൽ എന്നും തുറന്നിരിക്കില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. ആമേൻ. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. നോക്കണേ, കണ്ടെത്തപ്പെടുന്ന സമയത്ത് യഹോവയെ എന്ത് ചെയ്യുക? അന്വേഷിപ്പിനെന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. അറിയാത്തവർ അറിഞ്ഞവർ. ഹല്ലേലൂയ. ആമേൻ. അവർ അറിഞ്ഞില്ല. ഹല്ലേലൂയ. അറിഞ്ഞില്ല എന്നത് കേട്ടില്ല എന്നല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കണമേ, അറിയാത്തവരും ഉണ്ട്, അറിഞ്ഞവരും ഉണ്ട്. ഹല്ലേലൂയ. അവർ അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അറിഞ്ഞില്ല എന്നത് കേട്ടില്ല എന്നല്ല, ഗൗരവമായി എടുത്തില്ല എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ? നോഹയുടെ കാലത്ത് ആമേൻ നോഹ പ്രസംഗിച്ചത് ആമേൻ അറിഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നത് കേട്ടില്ല എന്നല്ല, ഗൗരവമായി എടുത്തില്ല എന്നതാണ്. ആമേൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. ആമേൻ. ഇത്ര വലിയ രക്ഷ അവഗണിച്ചാൽ എങ്ങനെ രക്ഷപ്പെടും? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ യേശുവിനെ കുറിച്ച് ആമേൻ അറിയാത്തവരും അറിഞ്ഞവരും അല്ലേ? അറിയാത്തവർ അറിയണം, അറിഞ്ഞവർ ആമേൻ അറിഞ്ഞ് ജീവിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അപ്പോ അറിയാത്തവർ അറിയാൻ വേണ്ടി നോഹ എന്ത് ചെയ്യാണ്? പ്രസംഗിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അറിഞ്ഞവർ ആമേൻ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി പ്രസംഗിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അറിഞ്ഞവർ എങ്ങനെ ആയിരിക്കണമെന്ന് അതേ പ്രസംഗിക്കുകയാണ്. ഹല്ലേലൂയ. അവർ അറിഞ്ഞില്ല. ഹല്ലേലൂയ. അറിയാത്തവർ. ഹല്ലേലൂയ. അറിഞ്ഞവർ. ഹല്ലേലൂയ. അവർ അറിഞ്ഞില്ല. അറിഞ്ഞില്ല എന്നത് കേട്ടില്ല എന്നല്ല, ആമേൻ ഗൗരവമായി എടുത്തില്ല എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 2:3 വായിച്ചേ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നത് കേട്ടവർ. എബ്രായ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്ര വലിയ രക്ഷ അവഗണിച്ചാൽ എങ്ങനെ രക്ഷപ്പെടും? പ്രിയരെ, അറിവ് പോരാ, പ്രതികരണം വേണം. പ്രൈസ് ദി ലോർഡ്. നോഹയുടെ കാലത്ത് ഹല്ലേലൂയ ആമേൻ എന്താ? ഒരാൾ ആമേൻ നിന്ന് ആമേൻ പ്രസംഗിക്കുകയാണ്. ഹല്ലേലൂയ. ഒരേ ശബ്ദം. എന്താ ശബ്ദം? എബ്രായ ലേഖനം 11:7 വായിച്ചേ. വിശ്വാസത്താൽ നോഹ നോക്കണേ, നോഹ എന്ന് പറയുന്ന മനുഷ്യൻ
ആമേൻ ആ നോഹയെ കുറിച്ച് പറയുന്നത് അവൻ നീതി പ്രസംഗിയായിരുന്നുവെന്ന്. ആമേൻ നീതിയെ കുറിച്ച് അവൻ പ്രസംഗിക്കുകയാണ്. ആമേൻ ഒറ്റയ്ക്ക് അവൻ നിന്ന് പ്രസംഗിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ ആ നോഹയെ കുറിച്ച് പറയുന്നത് ആമേൻ എന്താണ്? നോഹ വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ടും ഒരു പെട്ടകം തീർത്തു. അതിന് അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശമായി തീർന്നു. ആമേൻ. നോക്കണമേ, വിശ്വാസത്താൽ. ഹല്ലേലൂയ. ആമേൻ. മുഴുവൻ ലോകത്തോട് ആമേൻ വിരുദ്ധമായി ഹല്ലേലൂയ അവൻ പ്രസംഗിക്കുകയാണ്. ഒരു മനുഷ്യൻ ദൈവത്തെ എന്ത് ചെയ്തു? വിശ്വസിച്ചു. ഹല്ലേലൂയ. ആമേൻ. മുഴുവൻ ലോകത്തോട് ആമേൻ വിരുദ്ധമായി ആമേൻ അതേ ലോകം അതേ നശിക്കുവാൻ പോകുകയാണെന്ന് ഹല്ലേലൂയ അതേ നീതി പ്രസംഗിയായ നോഹ അതേ അക്കാലത്ത് പ്രസംഗിക്കുവാനിടയായി. ഹല്ലേലൂയ. നോഹയെ പരിഹസിച്ചവരും നോഹയെ ചിരിച്ച് കളിയാക്കിയവരും ഒക്കെ കാണെ നോഹയോട് ആമേൻ പറയാൻ പറഞ്ഞത് ഒന്നും മറച്ചു വെക്കാതെ വിളിച്ചു പറഞ്ഞു. സമയമായപ്പോൾ നോഹ പ്രസംഗിച്ചതുപോലെ സംഭവിച്ചു കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ഒരു മനുഷ്യൻ ആരെ വിശ്വസിച്ചു? ദൈവത്തെ വിശ്വസിച്ചു. ഹല്ലേലൂയ. ആമേൻ. രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടങ്ങളിൽ. എന്നാൽ അന്ന് മുഴങ്ങി കേട്ട ശബ്ദം എന്താണെന്നറിയാമോ? ഒരു ആമേൻ പ്രളയമുണ്ടാകാൻ പോകുകയാ, ഒരു മഴ പെയ്യാൻ പോകുകയാ. ആമേൻ. ദൈവം ന്യായവിധി അയക്കാൻ പോകുകയാ. ആമേൻ. പെട്ടകത്തിനകത്ത് കയറുന്നവരെ രക്ഷ പ്രാപിക്കത്തുള്ളൂ. പുച്ഛിച്ചു കേട്ടോ, കളിയാക്കി കേട്ടോ, പരിഹസിച്ചു കേട്ടോ. പക്ഷേ നോഹ ആമേൻ വിശ്വസിച്ചു. ആമേൻ. ഹല്ലേലൂയ. ആരെ വിശ്വസിച്ചു? ദൈവത്തെ വിശ്വസിച്ചു. ഒരു മനുഷ്യൻ ദൈവത്തെ വിശ്വസിച്ചു. എന്നിട്ട് ആമേൻ രക്ഷയെ കുറിച്ച് അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, കൂട്ടത്തിന്റെ തീരുമാനമല്ല, വ്യക്തിയുടെ പ്രതികരണമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ കാലം, ഇന്ന് യേശു വരും എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ചിരിക്കുന്നു. ഹല്ലേലൂയ. നോഹയുടെ കാലത്തെ പോലെ ആമേൻ. മത്തായി സുവിശേഷം ആമേൻ 24:44 നിങ്ങൾ വിചാരിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. ഹല്ലേലൂയ. ആമേൻ. ചിരിച്ചോ, ആമേൻ പരിഹസിച്ചോ, പുച്ഛിച്ചോ, കളിയാക്കിക്കോ, ഉപദ്രവിച്ചോ, ആമേൻ നോഹയുടെ കാലത്ത് നോഹ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അതിശക്തിയോടെ ചെയ്യുവാനിടയായി. നോഹ പ്രസംഗിച്ചത് വൃഥാവായില്ല കേട്ടോ. നോഹ വിളിച്ചു പറഞ്ഞത് വൃഥാവായില്ല കേട്ടോ. നോഹയ്ക്ക് കൊടുത്ത ആ കൃപയ്ക്ക് ആമേൻ ഒത്തവണ്ണം നോഹ രക്ഷപ്പെടുവാനുള്ള വഴി ആമേൻ അതേ പറഞ്ഞു കൊടുത്തു. ആ രക്ഷയെ കുറിച്ച് പ്രസംഗിച്ചു. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നു, നോഹയുടെ കാലത്തെ പോലെ. ഹല്ലേലൂയ. ആമേൻ. യേശു വരും. ആമേൻ. യേശു വരും. ആമേൻ. ഇന്ന് ഫേസ്ബുക്കിൽ കമന്റ് ഇട്ട് പരിഹസിച്ച ആമേൻ വ്യക്തിയായാലും ഇനി പരിഹസിക്കുവാനായിട്ട് തുനിയുന്നവരായാലും ആമേൻ യേശു വരും കേട്ടോ. യേശു വരും. യേശു വരും എന്ന് പറയുമ്പോൾ ചിരിക്കുന്ന ലോകം, പുച്ഛിക്കുന്ന ലോകം, പരിഹസിക്കുന്ന ലോകം. എന്നാൽ നോഹയുടെ കാലത്തെ പോലെ അതേ നിങ്ങൾ വിചാരിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രനും വരും കേട്ടോ. മത്തായി സുവിശേഷം 24:44. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണമേ, നോഹയുടെ കാലം എന്നത് പാപത്തിന്റെ അളവല്ല, അവഗണനയുടെ അളവാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ പാപം എത്ര പാപം എന്നല്ല, പാപത്തിന്റെ അളവല്ല കേട്ടോ, അവഗണനയുടെ അളവാണ്.
നീ എത്രമാത്രം ദൈവവചനത്തെ ആമേൻ അവഗണിക്കുന്നുവോ, നീ എത്രമാത്രം ദൈവത്തിന്റെ രക്ഷയെ അവഗണിക്കുന്നുവോ, നീ എത്രമാത്രം ദൈവത്തിന്റെ പ്രവൃത്തിയെ ആമേൻ അവഗണിക്കുന്നുവോ, ഹല്ലേലൂയ, അവഗണനയുടെ അളവാണ് ഹല്ലേലൂയ നിന്റെ നാശത്തിന്റെ കാരണം, നിന്റെ തകർച്ചയുടെ കാരണം പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കാൻ വന്ന യേശു ഇന്ന് രാത്രിയിലും ആമേൻ ആമേൻ ആ പാപത്തിൽ കിടക്കുന്ന നിന്നെ ആമേൻ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ട് ആമേൻ എന്നെ വളരെ വേദനിപ്പിച്ചത് എന്താണെന്നറിയോ? ഒരുപക്ഷെ ചിലർ ചോദിക്കും, എന്തിനാ ഇങ്ങനെ ലൈവിൽ സംസാരിക്കുന്നത്, എങ്ങനെ ഇങ്ങനെ ഈ വിഷയവുമായിട്ട് നിൽക്കുന്നത്? ആമേൻ, നിങ്ങൾ ആമേൻ വാച്ച് ചെയ്യണം. ആമേൻ ആമേൻ എന്നെ വളരെ വേദനിപ്പിച്ചൊരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ആമേൻ ഞാൻ കണ്ട ലൈവിൽ പറയുന്ന ആള് പറയുകയാണ്, ആമേൻ ഞാൻ ആമേൻ ഈ ദൈവം ആമേൻ ആരെന്ന് അറിയാൻ ആമേൻ ഇറങ്ങിയതാണ്, ഞാൻ ഇതിനായിരുന്നു, ആമേൻ എന്റെ കുടുംബം ഇതിനകത്താണ്, ആമേൻ ഇതൊക്കെ വെറുതെയാണ്, ഇതൊക്കെ ചുമ്മാതാണ്, ആമേൻ എന്റെ ഭാര്യയ്ക്ക് ആമേൻ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഹല്ലേലൂയ. നോക്കണമേ, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ ആമേൻ അവർക്ക് വരാൻ പോകുന്നത് എന്തെന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കണമേ, വചന വെളിപ്പാട് എന്താ? നോഹയുടെ കാലം എന്നത് പാപത്തിന്റെ അളവല്ല, അവഗണനയുടെ ഹല്ലേലൂയ ആമേൻ അളവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വചനത്തിന്റെ വെളിപ്പാട് എന്താണ്? നോഹ പെട്ടകത്തിൽ കയറി വാതിലടഞ്ഞപ്പോൾ ലോകം ആമേൻ വൈകി തിരിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണേ, നോഹ പെട്ടകത്തിൽ കയറി ആമേൻ വാതിലടഞ്ഞപ്പോൾ ലോകം ആമേൻ വൈകി ആമേൻ കാര്യങ്ങൾ തിരിച്ചറിയാൻ. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയാണ് ആമേൻ ഈ ലോകത്തിലായിരിക്കുന്ന അനേകര് ഈ സത്യം കേൾക്കുവാൻ അവസരം കിട്ടിയിട്ടും ഈ സത്യത്തെ അറിഞ്ഞിട്ടും അറിഞ്ഞവര് അറിഞ്ഞതുപോലെ ജീവിക്കുവാൻ വൈകുന്നത് കൊണ്ട് ഹല്ലേലൂയ യേശു വന്നാൽ ആർക്കും വാതിൽ തുറക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇന്നാണ് ഒരുക്കത്തിന്റെ ദിവസം. ആമേൻ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോഴാണ് രക്ഷാ ദിവസം, ഇപ്പോഴാണ് സുപ്രസാദ കാലം. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് രാത്രി ആമേൻ ഈ ചോദ്യത്തിന് മറുപടി അല്ല ആമേൻ ഞാൻ ഹല്ലേലൂയ ഈ ലൈവിലൂടെ പങ്കുവെക്കുന്നത്. ഈ ചോദ്യം ആമേൻ അതേ പ്രവചന നിവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു അന്ത്യകാലത്ത് പരിഹാസികൾ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് യേശു വരുമെന്ന് ഇന്ന് രാത്രി വീണ്ടും ആമേൻ തിരിച്ചറിയണം. യേശു വരും. ഹല്ലേലൂയ. നോഹയുടെ കാലത്ത് നോഹ പ്രസംഗിച്ചു 120 വർഷം. ഹല്ലേലൂയ. അത് വൃഥാവായില്ല കേട്ടോ. ആമേൻ. യേശു വരുന്നതിന് മുമ്പ് വചനം നിറവേറണം. ആ വചനത്തിന്റെ നിറവേറലാണ് ഇന്ന് പകല് ഞാൻ കണ്ടത്. ഹല്ലേലൂയ. എന്താ? പരിഹാസികൾ ഉണ്ടാകും, പരിഹാസികൾ എഴുന്നേറ്റ് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പരസ്യമായി തെളിവായി ആമേൻ വചനത്തിനു വിരുദ്ധമായി ആമേൻ അനേകര് എഴുന്നേറ്റ് വരും. ആമേൻ. വചനം തെളിവായി കാലം തെളിയിക്കുമ്പോൾ ഇന്ന് രാത്രി ചോദ്യം ഇതല്ല, വരുന്നുണ്ടോ? ഹല്ലേലൂയ. വരുന്നുണ്ടോ? ഹല്ലേലൂയ എന്നല്ല കേട്ടോ. ചോദ്യം ഇതല്ല. ആമേൻ യേശു വരുന്നുണ്ടോ എന്നല്ല. ആമേൻ. ശരിയായ ചോദ്യം, യേശു വരുമോ? ഹല്ലേലൂയ. യേശു വരുമോ? ആമേൻ. ഹല്ലേലൂയ. എന്നാൽ എന്റെ ചോദ്യം എന്താണെന്നറിയോ? ഇതൊന്നുമല്ല. ഹല്ലേലൂയ. ശരിയായ ചോദ്യം, അവൻ വന്നാൽ നീ റെഡിയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വരുന്നുണ്ടോ എന്നല്ല ചോദ്യം. ഹല്ലേലൂയ. വരുമോ എന്നല്ല ചോദ്യം. ആമേൻ. എന്റെ ചോദ്യം ആമേൻ എന്താ? ശരിയായ ചോദ്യം എന്താ? യേശു വന്നാൽ നീ റെഡിയാണോ? പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 24:44 നിങ്ങൾ വിചാരിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. ഹല്ലേലൂയ. ആമോസിന്റെ പ്രവചന പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. ഹല്ലേലൂയ. ആമോസ് പ്രവചന പുസ്തകം 4:12. ഹല്ലേലൂയ. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ
ഇസ്രായേലേ, ഇത് ഞാൻ നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. നിന്റെ ദൈവത്തെ നേരിടുവാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. പ്രിയരെ, അവൻ ചോദിക്കും, എഴുതി വെച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. അവൻ ചോദിക്കും, ഹല്ലേലൂയ. ആര്? അവർ ചോദിക്കും, എഴുതി വെച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. യേശു വരുമെന്ന് എവിടെ എഴുതി വെച്ചിട്ടുള്ളേ? ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഞാൻ ഇന്ന് കണ്ട ഒരു പോസ്റ്റിന്റെ കമന്റാണ് ഇന്ന് രാത്രി ഈ സന്ദേശം പറയുവാൻ എന്നെ പ്രചോദനമാക്കിയത്. ഹല്ലേലൂയ. ഒരു വണ്ടിയുടെ പുറകിൽ ഒരു ബോർഡ്, ആമേൻ, ജീസസ് കമ്മിങ് സൂൺ, ആർ യു റെഡി? സ്തോത്രം. ഹല്ലേലൂയ. ജീസസ് കമ്മിങ് സൂൺ, ആർ യു റെഡി? ഒരു വണ്ടിയുടെ, ആമേൻ, അതെ, ബോഡിയുടെ ഗ്ലാസിന്റെ മോളിൽ എഴുതിയ, ആമേൻ, ഒരു എഴുത്ത്, ആമേൻ, അതെ, അതിനെ ചൂണ്ടി, ആമേൻ, അതിന്റെ ചോട്ടിൽ കണ്ട ഒരു കമന്റാണ്. ഹല്ലേലൂയ. ആമേൻ. എഴുതി വെച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഞങ്ങൾ എഴുതിയത് വണ്ടിയിലല്ല, ആമേൻ, സ്തോത്രം, ഹൃദയത്തിലാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. ഹല്ലേലൂയ. ജീസസ്. യഹൂദന്മാർ അവനെ വളഞ്ഞു. നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു. നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു. നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറക. നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യം. അവരിൽ പലരും അവന് ഭൂതമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി, ആമേൻ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം സ്വർഗത്തിലെ ദൈവം നൽകിയിട്ടുണ്ട്. അങ്ങനെ അധികാര പരിധിയിൽ അവനെ അനുഗമിക്കുന്ന തന്റെ ശിഷ്യന്മാരോടായി പറയുകയാണ്, എങ്കിലും ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ആമേൻ. യേശു വേഗം വരും. സ്തോത്രം. അത് പരിഹാസത്തിനുള്ള വാചകമല്ല. പ്രൈസ് ദി ലോർഡ്. അത് രക്ഷയുടെ അവസാന വിളിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന ചോദ്യം എന്താ? 100 കൊല്ലമായി പെന്തക്കോസ്തുകാർ യേശു വേഗം വരുമെന്ന് പറഞ്ഞു നടക്കുന്നു. ആദ്യകാല നേതാക്കളും അവരുടെ സന്ധികളെല്ലാം മരിച്ചു. ഇപ്പോഴും അതേ പാട്ട് തന്നെ അല്ലേ? എഴുതി വെച്ചിട്ടുണ്ടോ? ഇപ്പോ വരും നിങ്ങളുടെ യേശു. ഹല്ലേലൂയ. ഇത് പരിഹാസമാണെങ്കിലും ബൈബിൾ പറയുന്നത് അവസാന നാളുകളിൽ പരിഹാസികൾ വരുമെന്ന്. നാം അതല്ലേ ഇന്ന് രാത്രി വചനത്തിലൂടെ വായിച്ചു കേട്ടത്. ആമേൻ. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. അതായത് ഈ ചോദ്യം തന്നെ പ്രവചനത്തിന്റെ ഒരു പൂർത്തീകരണമെന്ന് നമ്മൾ കണ്ടത്. ഹല്ലേലൂയ. വേഗമെന്നത് മനുഷ്യന്റെ ക്ലോക്കിൽ, ഘടികാരത്തിൽ നാം നിശ്ചയിക്കുന്ന സമയമല്ല. ഹല്ലേലൂയ. ആമേൻ. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ കർത്താവിന് ഒരു ദിവസം 1000 വർഷം പോലെയും 1000 വർഷം ഒരു ദിവസം പോലെയുമാണെന്ന് വായിച്ചത്.
ഹല്ലേലൂയ. മനുഷ്യന്റെ കണക്കിൽ 100 വർഷം എന്ന് പറയുന്നത് വലിയ സമയമാണ്. ഹല്ലേലൂയ. എന്നാൽ 100 വർഷം ആമേൻ ഒരു നിമിഷം പോലും അല്ല എന്ന വചനം പറയുന്നത്. നമ്മൾ സങ്കീർത്തനം 94 വായിച്ചല്ലോ, 1000 വർഷം നിന്റെ മുമ്പാകെ ഇന്നലെ കടന്നുപോയ ഒരു ദിവസത്തെ പോലെയാണെന്ന്. ഹല്ലേലൂയ. അതിനാൽ 100 കൊല്ലമായി പറയുന്നു ആമേൻ എന്നത് ഹല്ലേലൂയ അതേ വൈകിയായി ആമേൻ വൈകി എന്ന് പറയാനുള്ള തെളിവല്ല, ആമേൻ ദൈവത്തിന്റെ ക്ഷമയുടെ തെളിവാണ്. ഹല്ലേലൂയ. എന്താ വൈകുന്നു എന്ന് പറയുവാൻ കാരണം, എന്താ വൈകുന്നു എന്ന് തോന്നുന്നത്? അതേ പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 2 ലേഖനം 3:9 നാം വായിച്ചു, ചിലർ വൈകുന്നു എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് വൈകുന്നില്ല, അവൻ താമസിക്കുന്നില്ല, അവൻ കാത്തിരിക്കുന്നു. ആർക്കു വേണ്ടി? എന്തിനു വേണ്ടി? ആമേൻ ഒരാളും നശിക്കാതിരിക്കുവാൻ, എല്ലാവരും മനസ്സാന്തരപ്പെടുവാൻ. ഹല്ലേലൂയ. ആമേൻ. യേശു വരാത്തത് ആമേൻ ഹല്ലേലൂയ പെന്തക്കോസ്തുകാര് അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവര് തെറ്റായതിനാലല്ല, നിനക്കായി ദൈവം കാത്തിരിക്കുന്നതിനാലാണ്. ഇന്ന് രാത്രി പരിഹസിക്കുന്നവരോട് ഞാൻ പറയാം, കളിയാക്കുന്നവരോട് ഞാൻ പറയാം, പുച്ഛിക്കുന്നവരോട് ഞാൻ പറയാം, അവഗണിക്കുന്നവരോട് ഞാൻ പറയാം, കർത്താവ് വരുവാൻ താമസിക്കുന്നത് ആമേൻ നിന്നെ ദൈവം കാത്തിരിക്കുന്നതിനാലാണ്. ആമേൻ. നീ നശിച്ചു കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, നീ നിത്യ നരകത്തിൽ ചെന്ന് എത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അവർ എല്ലാവരും വാഗ്ദത്തം പ്രാപിക്കാതെ വിശ്വാസത്താൽ മരിച്ചു. പഴയ നിയമ ഭക്തന്മാരെ കുറിച്ച് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാ. അവർ വഞ്ചിതരായില്ല, അവർ വിശ്വാസത്താൽ നിലകൊണ്ടു. ആമേൻ. വചനം പറയുന്നു യോഹന്നാൻ 11:25, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശുവിന്റെ വരവ് ഒരു തീയതിയല്ല, ഒരു പ്രത്യാശയാണ്. ഹല്ലേലൂയ. ആമേൻ. ശാസ്ത്രം എന്തു പറയുന്നു? അതേ ഭൂമി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഗ്ലോബൽ വാർമിംഗ് നടക്കുന്നല്ലോ, കടൽ നിരപ്പ് ഉയരുന്നല്ലോ, മഹാമാരികൾ ഹല്ലേലൂയ അതേ വെളിപ്പെടുന്നല്ലോ, ആണവ ഭീഷണി മുഴങ്ങുന്നല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, രോഗങ്ങൾ ഇതൊക്കെ അടിക്കടി ആമേൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ കണ്ട് മനുഷ്യരുടെ ഹൃദയം ഭയത്തോടെ ക്ഷീണിക്കുമെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. ശാസ്ത്രം പറയുന്നത് ഭാവി അനിശ്ചിതമെന്ന്, എന്നാൽ വചനം പറയുന്നത് ഞാൻ വേഗം വരുമെന്ന്. ഹല്ലേലൂയ. ആമേൻ. വെളിപ്പാടിൽ നാം വായിച്ചു, അതേ ഞാൻ വേഗം വരുന്നു. ഹല്ലേലൂയ. പരിഹാസികൾ ഉണ്ടാകുമെന്ന് യേശു തന്നെ മുന്നറിയിപ്പ് നൽകി. ഹല്ലേലൂയ. ആമേൻ. നോഹയുടെ കാലത്തുണ്ടായിരുന്നത് പോലെ മനുഷ്യപുത്രന്റെ കാലത്തും സംഭവിക്കും, മനുഷ്യപുത്രന്റെ വരവിലും സംഭവിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നോഹ ആമേൻ പ്രസംഗിച്ചതുപോലെ ആമേൻ പ്രളയം തുടങ്ങി, പെട്ടകം ഉയർന്നു, പെട്ടകത്തിന്റെ വാതിൽ ആമേൻ അകത്ത് കടക്കേണ്ടവർ കടന്നു കഴിഞ്ഞപ്പോൾ ദൈവം അടച്ചു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവർ അറിഞ്ഞില്ല എന്നത് കേട്ടില്ല എന്നല്ല, ഗൗരവമായി എടുത്തില്ല എന്നാണ്. ഇത്ര വലിയ രക്ഷയെ അവഗണിച്ചാൽ എങ്ങനെ രക്ഷപ്പെടും? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, ഓ നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ആമേൻ ദൈവം തള്ളിക്കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതം ആമേൻ പരിശോധിക്കണമേ. പാപത്തിൽ ഉറങ്ങുന്നവരെ ഉണർത്തണമേ. മാനസാന്തരത്തിന്റെ കൃപ നൽകണമേ. യേശുവേ, നീ വന്നാൽ നാണത്തോടെയല്ല ആനന്ദത്തോടെ നിന്നെ കാണാൻ ഞങ്ങളെ ഒരുക്കണമേ. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരുമ്പോൾ നാം തള്ളപ്പെടാതിരിക്കുവാൻ, ദൈവസഭ എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ ഞാനും നിങ്ങളും എടുക്കപ്പെടുവാൻ ഒരുക്കമുള്ളവരാകട്ടെ. നോഹ പ്രസംഗിച്ചു, അതേ നോഹ പ്രസംഗിച്ചു. ആമേൻ. എല്ലാവരും പുച്ഛിച്ചു, എല്ലാവരും പരിഹസിച്ചു, എല്ലാവരും കളിയാക്കി. എന്നാൽ പെട്ടകത്തിന്റെ വാതിൽ സ്വർഗത്തിലെ ദൈവം അടച്ചു. ഇതാ കൃപയുടെ വാതിൽ അടയ്ക്കപ്പെടുവാൻ പോകുകയാണ്. ആമേൻ. ഇപ്പോഴാണ് രക്ഷാ ദിവസം, ഇപ്പോഴാണ് സുപ്രസാദകാലം. ആമേൻ. ഇനി ഒരു പക്ഷേ ഈ സന്ദേശം കേൾക്കുവാൻ അവസരം ലഭിച്ചെന്ന് വരില്ല. ഇനി ഒരു പക്ഷേ ഈ സന്ദേശം കേൾക്കുവാൻ
കാണുവാൻ അതേ സമയം ലഭിച്ചെന്ന് വരില്ല. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് വരും. ഹല്ലേലൂയ. ആമേൻ. അതിനു മുന്നോടിയായി നിറവേറേണ്ട തിരുവചന സത്യങ്ങൾ ഇന്ന് പകലിലും നിറവേറുന്നത് കാണുവാൻ കണ്ണുകൾക്ക് ഭാഗ്യം ലഭിച്ചെങ്കിൽ ഇതാ കർത്താവ് വാതിക്കലായിരിക്കുന്നു. പ്രിയരെ, അവൻ കള്ളനെ പോലെ വരുമെന്ന ആമേൻ സമയം ഹല്ലേലൂയ അവൻ വെളിപ്പെടുത്തിയിട്ടില്ല. അവൻ കള്ളനെ പോലെ വരുന്നത് കൊണ്ട് ആമേൻ സമയത്തും ആ സമയത്തും ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. കർത്താവ് തൻ ഗംഭീരനാദം മുഴക്കി മധ്യാകാശത്തിൽ വരുവാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. മാറ്റുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. ആമേൻ. അന്ത്യകാലത്ത് പരിഹാസികൾ എഴുന്നേറ്റ് വരുമെന്ന് വചനം തെളിവായി ആമേൻ ഈ ഭൂമിയിൽ അങ്ങ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ. ഇന്ന് പകലിലും അതിന് നിവർത്തിയായി ചില പരിഹാസികൾ എഴുന്നേറ്റ് വന്നല്ലോ. കർത്താവേ, ഈ ദിവസങ്ങളിൽ അപ്രകാരമുള്ളവർ എഴുന്നേറ്റ് ആമേൻ പരിഹസിച്ചു കൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ പ്രാണപ്രിയൻ ഇതാ വാതിക്കൽ ആമേൻ നിൽക്കുന്നുവെന്നുള്ള ആ തിരിച്ചറിവോടുകൂടെ വിശുദ്ധിക്ക് വേണ്ടി ആമേൻ നിർമ്മലതയ്ക്ക് വേണ്ടി ആമേൻ ആഴമേറിയ സമർപ്പണത്തോടെ ആമേൻ ജീവിപ്പാൻ എല്ലാവരെയും സഹായിച്ചാട്ട് ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലല്ലോ. എല്ലായിടത്തും എല്ലായ്പ്പോഴും ജനം മാനസാന്തരപ്പെട്ട് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നല്ലോ. ഇന്ന് രാത്രി കർത്താവേ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാ. എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നുള്ള ആ വചനം ഹല്ലേലൂയ കർത്താവെ സ്വീകരിച്ചുകൊണ്ട് ജീവിപ്പാൻ എല്ലാവരെയും സഹായിച്ചാട്ട് മഹത്വമെല്ലാം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന ഘട്ടത്തിനായി നന്ദി. രോഗികൾ സൗഖ്യമാകട്ടെ, പാപികൾ മനം തിരിയട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. സകല ബുദ്ധിയും കവിയുന്ന സമാധാനം കൊണ്ട് എല്ലാവരെയും നിറച്ചാട്ട്. താഴ്മയാചിക്കുന്നു, കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. God bless you. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കാം. ആമേൻ. അതുവരെ ദൈവം എല്ലാവരെയും അവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ. ആമേൻ. ശുഭരാത്രി. ആമേൻ. ദൈവം ആമേൻ സുഖകരമായ നിദ്ര എല്ലാവർക്കും ധാരാളമായി നൽകട്ടെ. യേശുവിനെ നാളിതുവരെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആമേൻ കർത്താവ് വരും. കർത്താവ് വരുമ്പോൾ തള്ളപ്പെടാതെ ആ നിത്യതയിൽ കാണുവാൻ, വിശുദ്ധ ജീവിതം നയിപ്പാൻ എല്ലാവർക്കും ദൈവം കൃപ ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ഗോഡ് ബ്ലസ് യു. സീ യു അഗൈൻ. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.